नमस्ते छात्रों, आज हम सर्वनाम का अध्ययन करेंगे। यह कक्षा केरल के छात्रों के लिए है विशेषकर, इसलिए बीच में मलयालम का भी प्रयोग किया जाएगा। सर्वनाम, जिसे हम अंग्रेजी में प्रोनाउन कहते हैं, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പ്രൊനൗൺ എന്താണ് എന്ന് പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലും എനിക്ക് തോന്നുന്നത് അതിന്റെ ഡെഫിനേഷൻ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും എന്നാണ്. ഇംഗ്ലീഷിൽ വാട്ട് ഈസ് പ്രൊനൗൺ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഉത്തരം, ഇറ്റ്സ് എ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. അതായത് നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് प्रोनाउन എന്ന് പറയുന്നത്. यानी जो शब्द संज्ञा के बदले में प्रयुक्त होते हैं उन्हें प्रोनाउन कहते हैं. എന്തിനാണ് ഈ സർവനാം സംജ്ഞയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം നോക്കിക്കോളൂ. രാം അച്ഛാ ലड़का है, राम अच्छा लड़का है. राम 8वीं कक्षा में पढ़ता है, कक्षा में पढ़ता है. राम पढ़ने में तेज है. അപ്പൊ ഞാൻ ഇവിടെ രാമിനെ പറ്റിയാണ് എഴുതിയത്. രാം എന്ന് പറയുന്ന ബാലനെ പറ്റിയാണ് എഴുതിയത്, പരാമർശിച്ചത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? രാം അച്ഛാ ലड़का है, രാം 8वीं कक्षा में पढ़ता है, രാം പഠനേ में तेज है. അപ്പൊ നമ്മൾ നോക്കി, രാമിനെ പറ്റി പറയുന്നു, രാമിന്റെ പേര് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനൊരു ആവർത്തനം വരുമ്പം അത് കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടാക്കുന്നില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെ ആവർത്തനത്തെ മാറ്റി നിർത്താനായിട്ട്, അകറ്റി നിർത്താനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രൊനൗൺ അല്ലെങ്കിൽ സർവനാം ഉപയോഗിക്കുന്നു. ഞാനിത് സർവനാം ഉപയോഗിക്കുകയാണെങ്കിൽ രാം അച്ഛാ ലड़का है, ഈ രാമിന് പകരം वो 8वीं कक्षा में पढ़ता है, वो पढ़ने में तेज है എന്ന് ഉപയോഗിക്കല്ലോ. അപ്പം എന്താണ് പ്രൊനൗൺ എന്ന് പറയുന്നത്? സംജ്ഞയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന എന്ന അർത്ഥത്തിന് വല്ല മാറ്റമുണ്ടോ? അർത്ഥത്തിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ സംജ്ഞയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? സർവനാം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ, ഇത് 4 വികാരി ശബ്ദ ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തി ഡെഫിനേഷൻ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതും? സർവനാം वो विकारी शब्द है जो संज्ञा के बदले में संज्ञा की पुनरुक्ति को दूर करने के लिए उसके ही अर्थ में प्रयुक्त होते हैं, उसे सर्वनाम कहते हैं. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. സർവനാം കെ ഭേദ്. നമ്മൾ ഇംഗ്ലീഷില് കൈൻഡ്സ് ഓഫ് പ്രൊനൗൺ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പഠിച്ചത് ഇതാ, പേഴ്സണൽ പ്രൊനൗൺ. ഈ പേഴ്സണൽ പ്രൊനൗണിനെ ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് പുരുഷവാചക് സർവനാം എന്നാണ്. പുരുഷവാചക് സർവനാം, പുരുഷവാചക് സർവനാം. ഈ പുരുഷവാചക് സർവനാം തന്നെയാണ് ഇംഗ്ലീഷിലെ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് 3 ടേംസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോ ഹൂ ഈസ് ഫസ്റ്റ് പേഴ്സൺ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? ദ വൺ ഹൂ ഈസ് സ്പീക്കിംഗ് ഓർ ദ വൺ ഹൂ ഈസ് റൈറ്റിംഗ്, അതാണ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ എഴുതുന്ന ആളോ ആണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ ഫസ്റ്റ് പേഴ്സണിനെ ഹിന്ദിയില് നമ്മൾ ഉത്തം പുരുഷ് എന്നാണ് പറയുന്നത്. ഉത്തം പുരുഷ്. ഉത്തം പുരുഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഉത്തം പുരുഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ആരാണ്? പറയുന്ന ആള് അല്ലെങ്കിൽ എഴുതുന്ന ആള്. പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആള്. അപ്പൊ ഹിന്ദിയില് മേ
ഈ രണ്ട് വേർഡ്സ് ആണ് ഹിന്ദിയിൽ ഉത്തം പുരുഷായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായോ? ഇനിയും സെക്കൻഡ് പേഴ്സൺ. ആരാണ് ഈ സെക്കൻഡ് പേഴ്സൺ? കേൾക്കുന്ന ആള് അല്ലെങ്കിൽ വായിക്കുന്ന ആള്. കേൾക്കുന്ന ആള് അല്ലെങ്കിൽ വായിക്കുന്ന ആള് എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സണിനെ നമ്മള് ഹിന്ദിയില് മധ്യം പുരുഷ് എന്നാ പറയുന്നത്. മധ്യം പുരുഷ്. സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ മധ്യം പുരുഷ്. ആരാ മധ്യം പുരുഷ്? കേൾക്കുന്ന ആള് അല്ലെങ്കിൽ വായിക്കുന്ന ആള്. നമ്മൾ ഹിന്ദിയില് തൂ, തും, ആ ഇത് മൂന്നുമാണ് മധ്യം പുരുഷായിട്ട് പ്രയോഗിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ ആയിട്ട് പ്രയോഗിക്കുന്നത് തൂ, തും, ആ. പിന്നെ നമ്മൾക്കറിയാം ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ ഉണ്ട്, ഹിന്ദിയിലും തേർഡ് പേഴ്സൺ ഉണ്ട്. ഹിന്ദിയിലെ തേർഡ് പേഴ്സണെ അന്യ പുരുഷ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിലെ തേർഡ് പേഴ്സണെ എന്താ പറയുന്നത്? അന്യ പുരുഷ് എന്നാണ് പറയുന്നത്. അന്യ പുരുഷിനകത്ത് യഹ, വഹ, യേ, ബേ ഈ വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഈ തേർഡ് പേഴ്സൺ? നമ്മൾ ഫസ്റ്റ് പേഴ്സൺ കണ്ടു, സെക്കൻഡ് പേഴ്സൺ കണ്ടു. ഫസ്റ്റ് പേഴ്സൺ ദ പേഴ്സൺ ഹു ഈസ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് റൈറ്റിംഗ് ഫസ്റ്റ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സൺ നമ്മൾ കണ്ടു ദ വൺ ഹു ഈസ് ഹിയറിംഗ് അല്ലെങ്കിൽ ലിസണിംഗ് അല്ലെങ്കിൽ ദ വൺ ഹു ഈസ് റീഡിംഗ്, അത് സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പം ആരാ ഈ തേർഡ് പേഴ്സൺ? ആരെ പറ്റിയാണോ നമ്മൾ പരാമർശിക്കുന്നത് അവരെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സണുമല്ല, സെക്കൻഡ് പേഴ്സണുമല്ല, വെളിയിൽ നിന്ന് അല്ലെങ്കിൽ മൂന്നാമത് ആരെ പറ്റിയാണോ നമ്മൾ പരാമർശിക്കുന്നത് ആ ആളിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ മൂന്ന് ടേംസും മനസ്സിലായി. ഉത്തം പുരുഷ് എന്താണെന്ന്, മധ്യം പുരുഷ് എന്താണെന്നും അന്യ പുരുഷ് എന്താണ് എന്നും മനസ്സിലായി. ഉത്തം പുരുഷ് എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, മധ്യം പുരുഷ് എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ, അന്യ പുരുഷ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ. അപ്പൊ അന്യ പുരുഷ് എന്നോട് ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. അന്യ പുരുഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണുമല്ല, സെക്കൻഡ് പേഴ്സണുമല്ല, മൂന്നാമത് ആരെ പറ്റിയോ എന്തിനെ പറ്റിയാണോ പരാമർശിക്കുന്നത് അതിനെയാണ് നമ്മൾ അന്യപുരുഷ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിത് മൂന്നും മനസ്സിലായി. ഇപ്പൊ നമുക്കറിയാം പുരുഷവാചക് സർവനാം എന്ന് പറയുന്നത് ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ് ഇത് മൂന്നും കൂടെ വരുന്നത് അല്ലെങ്കിൽ മൂന്നിന്റെയും കാറ്റഗറിയിൽ വരുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? പുരുഷവാചക് സർവനാം എന്ന് പറയുന്നത്. जो सर्वनाम उत्तम पुरुष, मध्यम पुरुष या अन्य पुरुष का बोध कराते हैं उन्हें पुरुषवाचक सर्वनाम कहते हैं. എന്നോട് പറയാം, जो शब्द उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष का बोध कराते हैं उन्हें पुरुषवाचक सर्वनाम कहते हैं. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചില വേർഡ്സ് ഒന്ന് നോക്കാം. ഇപ്പം ഹം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ഈ ഹം എന്ന് പറയുന്നത് ബഹുവചനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഈ വാക്ക് ഏകവചനായിട്ടും ഉപയോഗിക്കാറുണ്ട്. ബഹുവചനാണ് എന്ന് നമുക്കറിയാം, പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് ഏകവചനായിട്ടും ഉപയോഗിക്കാറുണ്ട്. എവിടെയാണ് ഇത് ഏകവചനായിട്ട് ഉപയോഗിക്കുന്നത്? വലിയ വലിയ അധികാരികൾ അവരുടെ ആ ഒരു പൊസിഷന്റെ ആ വലുപ്പം കാണിക്കാനായിട്ട് ഹം എന്നുള്ള പദത്തെ ഏകവചനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അധികാരികള്, എഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാര്. तो हम आदेश देते हैं कि कल से सभी कर्मचारियों को हाजिर होना पड़ेगा. हम आदेश देते हैं. ഇവിടെ ഹം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ല. ഹം എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ അധികാരി ഒരു ഏകവചൻ എന്ന രൂപത്തിലാണ് അവിടെ നമ്മൾ ഹം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഹം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഏകവചനായിട്ടും ബഹുവചനായിട്ടും രണ്ട് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ തൂ എന്ന പദം നമ്മളെക്കാളും ചെറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ഇറസ്പെക്റ്റ് കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? ഇപ്പൊ അമ്മ മകനെ തൂ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല.
പക്ഷേ മകൻ അമ്മയെ കയറി തൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു യൂസേജ് അല്ല, അത് ഇറസ്പെക്റ്റിനെ കാണിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ തൂ എന്ന പദം ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മളെക്കാൾ ചെറുതാണെങ്കിൽ പോലും നമ്മൾ കഴിവതും തൂ എന്നുള്ള ടേം നമ്മൾ അവോയ്ഡ് ചെയ്യും. തൂ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കത്തില്ല, കാരണം അതൊരു ഇറസ്പെക്റ്റിനെ കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കണം, തൂ എന്ന പദം ടേം നമ്മൾ മുതിർന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാനേ പാടില്ല. സമപ്രായക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് തും. ഞാനും നിങ്ങളും സമപ്രായക്കാരാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തും എന്ന അഭിസംബോധനം ചെയ്ത് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ആ എന്നുള്ള പദം നമ്മൾ റെസ്പെക്റ്റിനെ കാണിക്കാനായിട്ട് ആ ബാഠിയെ, താങ്കൾ ഇരുന്നാലും, ആ താങ്കൾ എന്നുള്ള അർത്ഥത്തിലാണ് ആ എന്ന് ഉള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, ഈ വാക്കുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ യഹ വഹ ഏകവചനാണ്, അതിൻ്റെ ബഹുവചനാണ് ഏ വേ. അപ്പം ഈ വേർഡ്സിനെ പറ്റി നിങ്ങൾക്കൊരു നല്ല ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിനിയും അടുത്ത സബ് ഡിവിഷനിലേക്ക് പോവുകയാണ്. അടുത്ത സബ് ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ഡിവിഷനും കൂടിയാണ്. അപ്പം കുറച്ച് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സബ് ഡിവിഷനാണ് നിജവാചക് സർവനാം. നിജവാചക് സർവനാം പരീക്ഷയുടെ ദൃഷ്ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ഡിവിഷനും കൂടിയാണ് നിജവാചക് സർവനാം. നിജ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ, സ്വയം എന്നുള്ള അർത്ഥമാണ് നിജവാചക് സർവനാം എന്ന് പറഞ്ഞത്. നിജ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? സ്വയം എന്നാണ്. ഈ നിജവാചക് സർവനാമിനെ ഇംഗ്ലീഷിൽ റിഫ്ലെക്സീവ് പ്രൊണൗൺ എന്നാണ് പറയുന്നത്. മൈസെൽഫ് റിഫ്ലെക്സീവ് പ്രൊണൗൺ ആണ്. ആ മൈസെൽഫ് എന്ന ടേമിനെ ബോധ്യപ്പെടുത്തുന്നതാണ് നിജവാചക് സർവനാം. അപ്പം സ്വയം അല്ലെങ്കിൽ നിജ് എന്ന അർത്ഥം ബോധ്യപ്പെടുത്തുന്ന സർവനാമിനെയാണ് നിജവാചക് സർവനാം എന്ന് പറയുന്നത്. तो जिस सर्वनाम से स्वयं या अपने आप का अर्थ बोध होता है उसे निजवाचक सर्वनाम कहते हैं. जिस सर्वनाम से निज या स्वयं अर्थ का बोध होता है उसे निजवाचक सर्वनाम कहते हैं. ഇവിടെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇതാണ്. നോക്കൂ, ഞാൻ 2 എക്സാമ്പിൾ എഴുതാം. ആ बैठिए, आप बैठिए എന്ന് ഞാൻ എഴുതി. രണ്ടാമത്തേത് मैं आप यह काम करूंगा. मैं आप यह काम करूंगा. ഇവിടെ ഞാൻ 2 സെന്റൻസ് ആണ് എഴുതിയിട്ട് 2 സെന്റൻസിലും ഞാൻ ആപ്പിന്റെ പ്രയോഗം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്തിരി മുമ്പേ പുരുഷവാചക സർവനാം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ആപ്പ് എന്ന് പറയുന്ന പദം റെസ്പെക്റ്റിനെ കാണിക്കാനായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നു. ആപ്പ് ബാഠിയെ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? താങ്കൾ ഇരിക്കൂ. അവിടെ ആപ്പ് എന്നുള്ളത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പുരുഷവാചക സർവനാമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തിരി മുമ്പേ നമ്മളത് കണ്ടതേ ഉള്ളൂ. പുരുഷവാചക സർവനാമായിട്ടാണ് നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തേത് നോക്കിക്കേ, രണ്ടാമത്തേനകത്ത് മേ ആപ് യഹ കാം കരൂങ്ക, താങ്കൾ എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താ? മേ ആപ് യഹ കാം കരൂങ്ക, ഞാൻ സ്വയം ഈ ജോലി ചെയ്യും. അപ്പൊ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ആപ് എന്ന് പറയുന്ന പദം ഏതർത്ഥത്തെ കാണിക്കുന്നു? സ്വയം എന്ന അർത്ഥത്തെ കാണിക്കുന്നു. സ്വയം എന്ന അർത്ഥം ബോധ്യമാക്കുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ആപ്പ് എന്ന പദം നിജവാചക് സർവനാമാണ്. അപ്പൊ നിജവാചക് സർവനാമിനകത്തും നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? ആപ്പ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പുരുഷവാചക് സർവനാമിനകത്ത് ഉപയോഗിക്കുന്ന ആപ്പും നിജവാചക് സർവനാമിനകത്ത് ഉപയോഗിക്കുന്ന ആപ്പും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്.
എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പുരുഷവാചക് സർവനാം സ്വതന്ത്ര രൂപത്തിലാണ് പ്രയുക്തമാകുന്നത്. അത് സബ്ജക്റ്റായിട്ടാണ് വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നിജവാചക് സർവനാമിനകത്ത് എന്തില്ല, അതിനൊരു സ്വതന്ത്ര പ്രയോഗം അല്ല ഉള്ളത്. എന്തിന്റെ കൂടെയാ വരുന്നത്? പുരുഷവാചക് സർവനാമിന്റെ കൂടെയാ വരുന്നത്. ഈ പുരുഷവാചക് സർവനാം എന്ന് പറയുന്നത് അത് ഉത്തം പുരുഷവാചകാകാം, അല്ലെങ്കിൽ മധ്യം പുരുഷവാചകാകാം, അല്ലെങ്കിൽ അന്യ പുരുഷവാചക് സർവനാമാം. മൂന്നിന്റെയും കൂടെ ഇത് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അതിനൊരു സ്വതന്ത്ര രൂപം ഇല്ല. അപ്പൊ നിജവാചക് സർവനാം और പുരുഷവാചക് സർവനാം में क्या भेद है എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. पुरुषवाचक सर्वनाम का प्रयोग स्वतंत्र रूप में होता है, वो वाक्य में कर्ता के रूप में प्रयुक्त होता है. അപ്പോൾ നമുക്ക് നിജവാചക് സർവനാം और പുരുഷവാചക് സർവനാം में क्या भेद है എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അടുത്തതിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്തതാണ് നിശ്ചയവാചക് സർവനാം. നിശ്ചയവാചക് സർവനാം, അനിശ്ചയവാചക് സർവനാം. രണ്ടെണ്ണം ഞാൻ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നു. കാരണം രണ്ടും പേര് പോലെ തന്നെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നമുക്ക് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. നിശ്ചയവാചക് സർവനാം, അനിശ്ചയവാചക് സർവനാം. നിശ്ചയവാചക് സർവനാം പേര് പോലെ തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ വ്യക്തത ഉണ്ടാക്കി തരുന്ന പ്രൊണൗൺ ആണ് നിശ്ചയവാചക് സർവനാം. ഈ നിശ്ചയവാചക് സർവനാമിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ. ദിസ് പെൻ ഈസ് മൈൻ. അപ്പൊ അത് വ്യക്തമാക്കുകയാണ്, ഈ പേന എന്റേതാണ്. അതൊരു ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ. യഹ് കലം മേരി ഹെ, वो किताब मेरे भाई की है. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്, നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ നമുക്ക് പെർട്ടിക്കുലർലി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വ്യക്തിയെയോ ഒബ്ജക്റ്റിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? നിശ്ചയവാചക് സർവനാം എന്ന് പറയുന്നത്. അപ്പൊ അനിശ്ചയവാചക് സർവനാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അനിശ്ചയവാചക് സർവനാം എന്താ? നമുക്ക് പെർട്ടിക്കുലർലി കാണിക്കാൻ പറ്റാത്തതിനെ നമുക്ക് അനിശ്ചയവാചക് സർവനാം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇൻഡെഫിനിറ്റ് ആണ്, ഇൻഫിനിറ്റിയെ കാണിക്കും. ഇൻഫിനൈറ്റ് പ്രൊണൗൺ തന്നെയാണ് ഇതിന്റെ പേരും. ഇംഗ്ലീഷിൽ ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺ ആണെങ്കിൽ ഇതെന്ത് പ്രൊണൗൺ ആണ്? ഇൻഡെഫിനൈറ്റ് പ്രൊണൗൺ. ഇൻഡെഫിനൈറ്റ് പ്രൊണൗൺ ആണ്, ഡെഫിനിറ്റിയെ കാണിക്കാത്ത. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡെഫിനൈറ്റ് പ്രൊണൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, someone has come, അല്ലെങ്കിൽ someone is knocking. ആരാ? എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാമോ ആരാണ്? ഇല്ല, ഇൻഡെഫിനറ്റ് ആണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം കൃത്യമായിട്ട് അറിയാത്ത അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനിശ്ചയവാചക് സർവനാം എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചയവാചക് സർവനാമിനകത്ത് യഹ, വഹ, യേ, വേ നമ്മൾ പ്രയോഗിക്കുന്നു. അനിശ്ചയവാചക് സർവനാമിനകത്ത് കോയി ആയാ ഹെ, കുച്ച് കിതാബേ ലേ ആവോ, കുച്ച് സം, യു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇത് अनिश्चयवाचक सर्वनाम है. जिस सर्वनाम से किसी निश्चित व्यक्ति या वस्तु का बोध हो उसे निश्चितवाचक सर्वनाम कहते हैं. अब अनिश्चितवाचक सर्वनाम എന്താ? जिस सर्वनाम से किसी निश्चित व्यक्ति या वस्तु का बोध नहीं होता. അവിടെ नहीं എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. नहीं होता उसे अनिश्चितवाचक सर्वनाम कहते हैं. മനസ്സിലായോ? ഇനി അടുത്തത് പ്രശ്നവാചക് സർവനാം. പ്രശ്നവാചക് സർവനാം ഇത് വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സഹായിക്കുന്ന പ്രൊണൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രശ്നവാചക് സർവനാം എന്ന് പറയുന്നത്. जिन सर्वनामों से प्रश्न का बोध होता है. ഉദാഹരണം കോൺ ആയാ ഹെ എന്ന് ഞാൻ ചോദിച്ചു. കോൺ എന്ന് പറയുന്നത് പ്രശ്നവാചകാണ് അല്ലെ. ക്യാ ലായേ ഹോ എന്ത് കൊണ്ടുവന്നു. അപ്പൊ ക്യാ എന്നുള്ളത് പ്രശ്നവാചക് സർവനാം. അപ്പം പ്രശ്നവാചക് സർവനാം കിസെ कहते हैं?
जिन सर्वनामों से प्रश्न का बोध होता है उन्हें प्रश्नवाचक सर्वनाम कहते हैं. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത് സംബന്ധവാചക സർവനാമാണ്. ലാസ്റ്റ് ആണ് ആറാമത്തെ സംബന്ധവാചക സർവനാം. 6 സംബന്ധവാചക സർവനാം. സംബന്ധവാചക സർവനാം എന്തിനെ കാണിക്കുന്നു? ഒരു സെന്റൻസ് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം വേറൊരു ഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർവനാമിനെയാണ് സംബന്ധവാചക സർവനാം എന്ന് പറയുന്നത്. ഇത് റിലേറ്റീവ് പ്രൊണൗൺസ് ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് തന്നെ റിലേറ്റ്, ദ വൺ ഹു വിച്ച് റിലേറ്റ്സ്. तो जो सर्वनाम दो व्यक्तियों या दो वस्तुओं या दो बातों का परस्पर संबंध दिखाता है उन्हें संबंधवाचक സർവനാം कहते हैं. ഓ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പറയാണ് ജോ പഠേഗ വോ പാസ് ഹോഗ. അപ്പൊ അവിടെ നോക്കൂ, രണ്ട് ഭാഗമാണ്. പഠിക്കുന്ന ആരാണ് ജയിക്കാൻ പോകുന്നത്? ജോ പഠേഗ വോ പാസ് ഹോഗ. രണ്ട് ക്ലോസ് ആണുള്ളത്. ആ രണ്ട് ക്ലോസിനെയും അല്ലെങ്കിൽ രണ്ട് പാർട്ടിനെയും റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വേർഡാണ് ജോ വോ. അപ്പൊ ഈ ജോ വോ എന്നുള്ളത് എന്താണ്? സംബന്ധവാചക സർവനാമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ സംബന്ധവാചക സർവനാം എന്താണ്? जो सर्वनाम दो व्यक्तियों या दो वस्तुओं या दो बातों का परस्पर संबंध दिखाने के लिए प्रयुक्त होते हैं उन्हें संबंधवाचक सर्वनाम कहते हैं. ഇത്രയുമാണ് നമുക്ക് സർവനാമിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ കണ്ടു സർവനാം കിസെ कहते हैं. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സർവനാം वे शब्द हैं जो संज्ञा के बदले में आते हैं या प्रयुक्त होते हैं. അതിനെയാണ് സർവനാം എന്ന് പറയുന്നത്. അതിനകത്ത് ഓർത്തിരിക്കാൻ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു, ഭൂവികാരി ശബ്ദ. പക്ഷെ സർവനാം പ്രയോഗിക്കുമ്പോൾ യാതൊരു തരത്തിലും അർത്ഥവ്യത്യാസം ഉണ്ടാവില്ല എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ സർവനാം കെ ഭേദ് കണ്ടു. സർവനാം കെ കിത്നെ ഭേദ് ഹെ? സർവനാം കെ 6 ഭേദ് ഹെ. ഏതൊക്കെയാ? ആദ്യത്തേത് പുരുഷവാചക സർവനാം, 2 നിജവാചക സർവനാം, 3 നിശ്ചയവാചക സർവനാം, 4 അനിശ്ചയവാചക സർവനാം, 5 പ്രശ്നവാചക സർവനാം, 6 സംബന്ധവാചക സർവനാം. ഇങ്ങനെ സർവനാമിന് 6 ഭേദങ്ങളാണ് ഉള്ളത്. 6 ഭേദങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ഞാൻ എടുത്തു പറയുന്നു ഒന്നുകൂടെ, പുരുഷവാചക സർവനാം, നിജവാചക സർവനാം, ഇത് രണ്ടിന്റെയും ഡിഫറൻസ് വളരെ അത്യാവശ്യമായിട്ട് വിത്ത് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.